എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള ഒരു പ്രാർത്ഥന നമസ്കാരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമസ്കാരത്തിന് ശേഷമുണ്ടോ? കാണാൻ കഴിയില്ല നമുക്ക്. ഇതുകൊണ്ടൊക്കെയാണ് മുജാഹിദുകൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനമായി മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനും പഠിപ്പിക്കാനുമുള്ള കാര്യം അതാണ്. എന്തുകൊണ്ടായത് ഏറ്റവും പ്രധാനമായി മുജാഹിദുകൾ ഇത് ഈ ആളുകളെ പഠിപ്പിക്കുന്നത്? എന്തുകൊണ്ടാ ഇത് തന്നെ മുജാഹിദുകൾ ആളുകളോട് പറയാനുള്ള കാരണം? ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾ അവര് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലേ? ആരും കാണാതെ ആരും അറിയാതെ ഒരാള് മറ്റൊരാൾക്കൊരു 100 രൂപ സഹായിക്കുന്നു. ഒരാളുടെ അയൽവാസി വന്ന് പറയാ ഇയാളോട്, സുഹൃത്തെ, നിങ്ങളെ കയ്യിലൊരു 200 രൂപ വായ്പ എടുക്കാനുണ്ടോ? എന്തേ കാര്യം? അത് മകന് സുഖയില്ല, കിടപ്പിലാണ്. നിങ്ങളൊരു 200 രൂപ എന്നാ നാളത്തേക്കുള്ള മരുന്ന് വാങ്ങാമായിരുന്നു എന്ന് പറയുമ്പോ ഇയാളും പാവപ്പെട്ട ആൾ തന്നെയാണ്. അയാൾ 200 രൂപ എടുത്തിട്ട് മറ്റേയാൾക്ക് കൊടുക്കുകയാണ്. ഇയാൾ എന്തിനാ ഈ 200 രൂപ പോക്കറ്റിൽ ഇട്ട് വെച്ചത്? സ്കൂള് തുറക്കാൻ പോവാണ്. മകൻ കുറെ കാലമായി പറയുന്നു പുതിയ ബാഗ് വേണം. 3ാം ക്ലാസ്സിലെത്തി. പണ്ട് 1ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ബാഗ് തന്നെ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ പുതിയൊരു ബാഗ് വാങ്ങാൻ കഴിയില്ല. എന്നാൽ ഒരു പൈസ ഇങ്ങനെ സ്വരൂപിച്ച് അത് ഒരുവിധ 200 രൂപയാക്കി മോനോട് പറയാ, മോനെ ഇന്ന് ഞാൻ ബാഗ് വാങ്ങിയിട്ട് വരും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഇയാൾ. അപ്പോഴാ അയൽവാസി കയറി വരുന്നത്. മോന് ബാഗ് വാങ്ങാൻ വെച്ച ഈ കാശെടുത്ത് തന്റെ സുഹൃത്തിന് നൽകുന്നു. എന്തിന്? അയാളുടെ രോഗിയായ മകന് മരുന്ന് വാങ്ങാൻ. ഇയാൾക്കറിയാ അങ്ങാടി പോയി തിരിച്ചു വരുമ്പോ മോൻ എന്തും കാത്താ നിൽക്കുക? ബാഗും കാത്ത് നിൽക്കും. ആ ബാഗ് കാണാതാകുമ്പോ കുറച്ചു നേരം കരയും, സങ്കടം ഉണ്ടാകും. ഇനിയൊരു ബാഗ് മോന് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരും, താൻ അധ്വാനിക്കേണ്ടി വരും എന്നൊക്കെ ഇയാൾക്കറിയാം. എന്നിട്ടും എന്തേ ഇത് കൊടുത്തത്? ഇയാള് ഇന്ന ആള് എനിക്ക് 200 രൂപ വായ്പ തന്നു എന്ന് പറഞ്ഞിട്ട് കുറെ നോട്ടീസ് അടിച്ച് അങ്ങാടി കൊടുക്കുന്നു വിചാരിച്ചിട്ടാ? നാളെ പത്രത്തിൽ രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി 200 രൂപ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫോട്ടോ വരുന്നു വിചാരിച്ചിട്ടാ? അല്ല. പിന്നെ ഈ 200 രൂപ ഞാൻ അയാൾക്ക് നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കും. സർവലോക രക്ഷിതാവായ അല്ലാഹു അത് കാണും, അല്ലാഹു അത് അറിയും. നാളെ പരലോകത്ത് ഞാൻ ഹാജരാക്കപ്പെടുമ്പോ എന്റെ കയ്യിൽ എന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് നൽകപ്പെടും. ആ കിതാബിൽ നന്മയുടെ ഭാഗത്ത് ഇത് രേഖപ്പെടുത്തും. അങ്ങനെ എന്റെ നന്മതിന്മകൾ തൂക്കി സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സമയത്ത് എന്റെ അയൽവാസിക്ക് ഞാൻ നൽകുന്ന 200 രൂപ നന്മയുടെ തുലാസിൽ എനിക്ക് അനുകൂലമായി ഉണ്ടാകും. അണുമണി തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ പരലോകത്ത് അത് കാണുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പരലോകത്ത് ഇത് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോ ഈ നന്മയ്ക്ക് പ്രതിഫലമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാകണം. അള്ളാഹുവിന് മാത്രം ആരാധനയർപ്പിക്കുന്നവനാകണം. ആരാധനയായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം ചെയ്യുന്നവനായിരിക്കണം. ആ ആരാധനകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് പ്രാർത്ഥന. സഹോദരന്മാരെ, നിസ്കാരം ആരാധനയായതുകൊണ്ട്, നോമ്പ് ആരാധനയായതുകൊണ്ട്, ഹജ്ജ് ആരാധനയായതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലേ നമ്മളെ നമസ്കരിക്കാറുള്ളത്? അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലേ നോമ്പെടുക്കാറുള്ളത്? റമളാൻ 17-ന് ബദരീങ്ങളുടെ ആണ്ട് നടത്താറുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം റമളാൻ 17-ന്റെ അന്ന് നിയ്യത്ത് ചെയ്യുമ്പോ നവൈതു സൗമഗദിൻ എന്നിങ്ങനെ തുടങ്ങി ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിൽ ബദരിയീൻ, ഇതാ റമളാൻ 17-ന്റെ നോമ്പ് ഞാൻ ബദരീങ്ങൾക്ക് നോറ്റുവീടാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമോ?
ബദരീങ്ങളുടെ ആണ്ടിന്റെ എന്ന് നടത്തുന്ന തറാവീഹ് നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാരം ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിൽ ബദരീൻ എന്ന് പറയുമോ? റബീഉൽ അവ്വൽ മാസം പറഞ്ഞല്ലോ, റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തിരക്കിലല്ലേ പലരും, ആ മൗലിദ് പാരായണം ചെയ്യാനുള്ള തിരക്കിലല്ലേ പലരും. ആ മൗലിദ് പാരായണത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താനുള്ള തിരക്കിലല്ലേ പലരും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം വേണ്ട, ഒരു സുന്നത്ത് നമസ്കാരമെങ്കിലും ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ നോമ്പെടുക്കാൻ തയ്യാറല്ല, അങ്ങനെ നിസ്കരിക്കാൻ തയ്യാറല്ല എന്നാണ് ഉത്തരമെങ്കിൽ എന്താണ് അതിന് കാരണമായി നമുക്ക് പറയാനുള്ളത്? നിസ്കാരം ആരാധനയായതുകൊണ്ട് എന്നല്ലേ, നോമ്പ് ആരാധനയായതുകൊണ്ട് എന്നല്ലേ. ആ നിസ്കാരം ആരാധനയാണ് എന്ന് ആരാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ നോമ്പ് ആരാധനയാണ് എന്ന് ആരാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതേ അള്ളാഹുവും അതേ റസൂലും തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയും ആരാധന തന്നെ, പ്രാർത്ഥനയും ആരാധന തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല അമ്പിയാക്കളും അള്ളാഹുവിനോട് മാത്രം തേടിയത്. അതാ ഖുർആനിൽ പറഞ്ഞ സകല ഔലിയാവും അള്ളാഹുവിനോട് തേടിയത്. അതാ ഖുർആനിൽ നടത്താനായി അള്ളാഹു പഠിപ്പിച്ച സകല ദുആവും അള്ളാഹുവിനോട് മാത്രമായത്. അതാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമായത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആരാധന ആർക്ക് മാത്രമേ നടത്താൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കും തന്നെ ദുആ നടത്താൻ പാടില്ല, ആരോടും തന്നെ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് സഹോദരന്മാരെ പുത്തൻവാദമാകുന്നത്? ഇത് ലോകത്ത് അള്ളാഹു അയച്ച നബിമാര് പറഞ്ഞതല്ലേ, ഇത് ലോകത്ത് അള്ളാഹു അയച്ച അമ്പിയാവ് പഠിപ്പിച്ചതല്ലേ? അതാ മുജാഹിദുകൾ പറയുന്നത്. ഇനിയോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങൾ. ഈ മനുഷ്യനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള ഒരുപാട് ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ അല്ലേ? നബിദിനം അതിനു വേണ്ടിയുള്ളതാണ്. എന്താ നബിദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരു മുസ്ലിം, ഈ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, അവൻ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദീന് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് ഈ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണെന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ ഇന്ന് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ദീന് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാ. എന്താ ദീന് എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാ. ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. എന്തിനാ ദീൻ അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ മതം അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ആളായി ജീവിക്കുന്നത്? നമ്മളുടെ ഉത്തരം എന്താ? അത് സ്വർഗത്തിലെത്താൻ. അപ്പൊ സ്വർഗത്തിലെത്താനാണ് അള്ളാഹു ഈ ദീന് പഠിപ്പിച്ചത്. ആ ദീന് ആരുടേതാ? അത് അള്ളാഹുവിൻ്റെതാണ്. ഇതൊരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ധാരണ ഒരു മുസ്ലിമിനില്ലേ, അവന്റെ ദീന് സൂക്ഷിക്കാൻ അവന് കഴിയില്ല. അവന്റെ ദീന് സൂക്ഷിക്കാൻ അവന് കഴിയില്ല. കാരണം അള്ളാഹു പറയുന്നു എന്ത്? ഈ ദീന് എന്റേത്, ഈ ദീന് എന്റേത്, ഈ ദീന് ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
ആ ദീനിൽ ഇനി ഒന്നും നമ്മളെ വക ഉണ്ടാക്കണ്ടേയില്ല. നമ്മളതിന് നമ്മൾ സമ്മതിക്കൂ? നമ്മളെ കാര്യത്തിൽ, അള്ളാന്റെ കാര്യം എവിടെ കട്ടെ, നമ്മളെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കൂ? എന്റെ വീട്ടിൽ ഞാനിങ്ങനെ വിചാരിക്കാം, പെയിന്റ് അടിക്കണം, അതേപോലെ ഒരു ഫ്രിഡ്ജ് വാങ്ങണം, ഒരു TV വാങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം കാണാം, എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു വണ്ടി നിർത്തി, അതിൽ കുറെ ആളുകൾ ഇറങ്ങി വരികയാണ്. അവരുടെ കയ്യിൽ നല്ല കമ്പനിയുടെ പെയിന്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ആ കമ്പനിയുടെ ഔദ്യോഗികമായ വേഷമൊക്കെ ധരിച്ച കുറെ തൊഴിലാളികളുണ്ട്. ഇവര് വന്ന് പെയിന്റ് അടിക്കാൻ തുടങ്ങുക എന്റെ വീട്ടിൽ. ഞാൻ വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്, തൽക്കാലം കാശില്ലാത്തോണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഈ ആളുകൾ വന്ന് പെയിന്റ് അടിക്കാൻ തുടങ്ങുമ്പോ ഞാൻ എന്താ ചെയ്യാ? പെയിന്റ് അല്ലേ, കമ്പനീൻ്റെതല്ലേ, അടിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവോ? അതല്ല ഇവരോട് ചോദിക്കുവോ, അല്ല ചങ്ങായിമാരെ, ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? നിങ്ങൾ എന്താ ഇവിടെ പെയിന്റ് അടിക്കുന്നത്? അതീ പോരെ പെയിന്റ് അടിക്കാന്, നിങ്ങൾ എന്തിനാ ഇവിടെ അടിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ല ഇതിന്റെ ചുമരൊക്കെ പെയിന്റ് അടിക്കാതെ വൃത്തികേടായി കിടക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പെയിന്റ് അടിക്കണത്. ശരി, പക്ഷെ ഇത് ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളോട് ആരാ ഇവിടെ പെയിന്റ് അടിക്കാൻ പറഞ്ഞത്? അങ്ങനെ ഞങ്ങളോട് ഒരാൾ പറയണ്, ഞങ്ങൾക്കറിയില്ലേ പെയിന്റ് അടിക്കണം എന്നീ തൊഴിലാളികൾ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ പറയും വിട്ടോളും. എന്റെ വീട്ടിൽ എപ്പോ പെയിന്റ് അടിക്കണം, ഏത് പെയിന്റ് അടിക്കണം, ആരടിക്കണം എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കൂലേ? അയക്കും. അവര് പോയി കുറച്ച് കഴിയുമ്പോ കാണാൻ വേറൊരു ലോറി വരുന്നു. അതിൽ നിന്ന് 3-4 ചങ്ങായിമാര് കൂടി ഒരു നല്ല ഫ്രിഡ്ജും ഒരു ടിവിയും ഒരു കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി കൊണ്ടുവന്ന് വെക്കുകയാണ്. ഞാൻ എന്താ പറയാ? ഇതാ ഫ്രിഡ്ജ് അവിടെ വെക്ക്, TV ഇവിടെ വെക്ക്, കമ്പ്യൂട്ടർ ഇവിടെ വെക്ക് എന്ന് പറയോ? ഇല്ല. എന്താണ് ഇത്? TV കണ്ടാ അറിയില്ലേ? ഇത് ഫ്രിഡ്ജ്, ഇത് കമ്പ്യൂട്ടർ. അതെ, ഇതെന്തിന് ഇവിടേക്ക്? നിങ്ങളെ വീട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, അതിവിടെ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. വേണ്ട, എന്റെ വീട്ടിൽ വേണ്ടാന്ന് നമ്മൾ പറയും. ഇത് നമ്മളെ സ്വത്തിനെ പറ്റി, നമ്മുടെ വീടിനെ പറ്റി, നമ്മുടെ സമ്പത്തിനെ പറ്റിയുള്ള നമ്മളെ ചിന്ത. എന്നാ അള്ളാന്റെ ദീനിനെ പറ്റിയോ? അള്ളാന്റെ ദീനിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം നമുക്കില്ല. ഒരു മുസ്ലിയാർ വന്നിട്ട് പറയുന്നു, ഇതാ ഇങ്ങനെ ഒരു സലാത്തിന്റെ ഇത് ചെല്ലിക്കോ എന്ന് പറഞ്ഞാ ആയിക്കോട്ടെ. റമദാൻ 25 ഒരു സലാത്തുണ്ട്, ആയിക്കോട്ടെ. റജബ് 25 ഒരു നോമ്പുണ്ട്, ആയിക്കോട്ടെ. ഇനി വേറൊരു ദിവസം വേറൊരു ദിക്റുണ്ട്, ആയിക്കോട്ടെ. റബീഉൽ അവ്വൽ 12 ഒരു ആഘോഷമുണ്ട്, ആയിക്കോട്ടെ. ഒരു വിരോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് ഈ അള്ളാന്റെ ദീന് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആരെന്ത് കൂട്ടിച്ചേർത്താലും ഒരു വിരോധവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതല്ലേ നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസം ദീനിനെ കുറിച്ചുണ്ടാകേണ്ടതാണോ? അല്ല. എന്തേ കാരണം? എന്തിനാ ഈ ദീൻ അംഗീകരിച്ചത്? സ്വർഗത്തിലെത്താനാണെങ്കിൽ. അള്ളാഹുവിന്റെ റസൂലതാ പഠിപ്പിക്കുകയാണ്, മാമിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ വഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിരോധിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ഈ ദീനിൽ പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നല്ലേ അർത്ഥം. പിന്നെ നമ്മളെ വകയായിട്ടൊന്നും വേണ്ട. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കലെന്നറിയോ? നമ്മളെ ആളുകള് പല ന്യായമാണ്. ഇപ്പൊ മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. എന്താ കാരണം? ഇപ്പൊ ഈ ഉദാഹരണം തന്നെ എടുക്കുക. മുജാഹിദുകൾ നബിദിനം ആഘോഷിക്കുന്നില്ല, മുജാഹിദികൾ നബിദിനം ആഘോഷിക്കുന്നില്ല, നബിദിനത്തെ എതിർക്കുന്നു. എന്തിനാ മുജാഹിദികൾ അതിനെ എതിർക്കണേ? നമ്മൾ പടച്ചോന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യല്ലേ? എത്ര ഇഖ്ലാസോട് കൂടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യണത്? എന്നിട്ടും മുജാഹിദികൾ എന്തിനാ ഇതിനെ എതിർക്കണത് എന്നാണ് ഒന്ന്. ആളുകളുടെ ധാരണ ഇഖ്ലാസോടുകൂടി ചെയ്താൽ എന്തായി? അതിന് അള്ളാന്റെ കൂലി കിട്ടും, അത് ദീനിൽപ്പെട്ടു എന്നാണ്. ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും ഇഖ്ലാസോടുകൂടി അവനവന്റെ കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിന്റെ ദീനിന് എന്ത് വിലയാണ് സഹോദരന്മാരെ? അപ്പൊ ദീനിൽ ഇഖ്ലാസ് ഇല്ലേ? ഉണ്ട്. നമ്മളൊരാള് കാണാൻ വേണ്ടി അയാളെ വീട്ടിൽ ചെന്നു. ഒരാളെ വീട്ടിൽ ചെന്ന് അപ്പൊ അയാള് സുബഹിസ്കരിക്കുക. രാവിലെ 8 മണിക്കാണ് നമ്മൾ ചെല്ലണത്. അയാളിങ്ങനെ നിസ്കരിക്ക. നമ്മൾ കാത്തുനിന്നു. മോൻ പറഞ്ഞിട്ട് വാപ്പ നിസ്കരിക്കണ്ടേ, നമ്മൾ കാണണ്ട അയാൾ നിസ്കരിക്കണത്. കൈകെട്ടി റുക്കൂ ചെയ്തു. ഇയാള് പിന്നെ എഴുന്നേറ്റ് സൂറത്ത് ഓതുകയാണ്. കുറച്ചു നേരം ഓതി പിന്നെയും റുക്കൂ ചെയ്തു. പിന്നെ ഇത്തിദാലിലേക്ക് വന്ന് സുജൂദ് ചെയ്തു. ഒരു 8 സുജൂദ് ചെയ്ത് വീണ്ടും എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെയൊക്കെ ഒരു നിസ്കാരാണ് ഇയാള്. നിസ്കാരം കഴിഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അല്ല ആചാര്യ,
നിങ്ങൾ എന്ത് നിസ്കാരം ഇപ്പൊ നിസ്കരിച്ചത്? ഞാൻ സുബഹി നിസ്കരിച്ച. സുബഹിയിൽ എന്താ ഇങ്ങനെ ഒന്ന് തന്നെ 2 റുക്കുവും 8 സുജൂദും ഒക്കെ, ഇതെങ്ങനെ ഇങ്ങനെ വന്നത്? അതെന്താ വെച്ചാല് എനിക്ക് ഈ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എണീക്കാൻ കഴിയില്ല, പള്ളിയിലൊന്നും പോകാനും കഴിയില്ല. അപ്പൊ എനിക്ക് നല്ല ഉറക്കാണ്. അപ്പൊ പിന്നെ 8 മണിയായ ഞാൻ ഫ്രീ ആണ്, വേറെ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറെ സുജൂദും റുക്കുവും ഒക്കെ അധികരിപ്പിച്ചിട്ട് ഒരു നിസ്കാരം ഇഖ്ലാസോട് കൂടി നിർവഹിക്കാന്ന് വിചാരിച്ചതാണ് എന്ന് ഇയാൾ പറഞ്ഞാൽ ഈ ഇഖ്ലാസിന് വല്ല കൂലി അല്ലാഹുവിന്റെ അടുത്തുണ്ടോ? ഇല്ല. അതല്ല ഇഖ്ലാസ്. പിന്നെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് വുളൂ ചെയ്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോയി തഹിയ്യത്ത് നിസ്കരിച്ച് ജമാഅത്ത് നിസ്കരിക്കാന്നുള്ള അവിടെയാ ഇഖ്ലാസ്. അല്ലാതെ നമ്മളെ വക ചില കാര്യങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് നമ്മളത് ഇഖ്ലാസോട് കൂടി നിർവഹിക്കുക എന്നതല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 3 സഹാബികൾ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അത് വിശദീകരിച്ചു. ഇത് കേട്ടപ്പോ 3 ആളുകൾക്കും തോന്നിയത് വളരെ കുറച്ചല്ലേ, റസൂലിന്റെ ഇബാദത്തുകൾ വളരെ കുറവാണല്ലോ എന്നാണ് അവർക്ക് തോന്നിയത്. മാത്രമല്ല അവർ ആശ്വസിക്കുകയാണ്, അത് അള്ളാഹുവിന്റെ റസൂലായത് കൊണ്ടാണ് കുറഞ്ഞു പോയത്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്താ പോരാ എന്ന് തീരുമാനിച്ച് പുറത്തു വന്ന അവര് അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുകയാണ്, എന്ത്? ഞാനിനി രാത്രി കിടന്നുറങ്ങുകയില്ല, മുഴുവൻ സമയവും രാത്രി നമസ്കരിച്ചു കൊണ്ടേയിരിക്കും. ഒരാളുടെ തീരുമാനം അതാണ്. രണ്ടാമത്തെ ആള് തീരുമാനിച്ചു, ഞാൻ കല്യാണം കഴിക്കില്ല, കുടുംബജീവിതം സ്വീകരിക്കില്ല, ആ സമയത്ത് കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. മൂന്നാമത്തെ ആളുടെ തീരുമാനം, ഞാൻ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും എന്നാണ്. എന്തിനാ സഹോദരന്മാരെ ഇവര് 3 ആൾ ഇത് തീരുമാനിച്ചത്? അള്ളാഹുവിനോടുള്ള വാശിയല്ല, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വാശിയല്ല, മറിച്ച് നാളെ സ്വർഗത്തിലെത്തണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന ആഗ്രഹമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് വീട്ടിലെത്തി. ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ അതാ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ഇവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളാണോ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച ആളുകൾ? അവര് പറയുന്നു, അതെ റസൂലേ, ഞങ്ങളാണ് അങ്ങനെ തീരുമാനിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ അതാ അവരോട് പറയുകയാണ്, ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട്, ഞാൻ കിടന്നുറങ്ങാറുമുണ്ട്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്, എനിക്ക് നോമ്പില്ലാത്ത ദിവസമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്തിന് അപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ ഫലൈസ മിന്നീ, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആരോടാ സഹോദരന്മാരെ? രാത്രിയിൽ ഉറങ്ങാതെ രാത്രി നമസ്കാരം നിർവഹിക്കും എന്ന് പറഞ്ഞവരോട്, അതേപോലെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും എന്ന് പറഞ്ഞവനോട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ വേണ്ടി കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണ്ടേ ദീന് എന്താണ് എന്ന്. ദീനിന് ചില മര്യാദകളുണ്ട്, ദീനിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് ചെയ്യണം, അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് സ്വീകരിക്കേണ്ടത്. അതിൽ നബിദിനുണ്ടോ? റബീഉൽ അവ്വൽ മാസത്തിനോ റബീഉൽ അവ്വൽ 12-നോ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ആചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചോ? ഉണ്ടെങ്കിൽ നബിദിൻ ആഘോഷിക്കുന്നതിന് ഒരു വിരോധവും മുജാഹിദുകൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയണോ പറയണ്ടേ? തർക്കമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ പറയേണ്ടതുണ്ടോ? ഇല്ലേ? തർക്കമില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 ചിന്തയില്ല, 2 മനസ്സില്ല. പക്ഷേ ഇവിടെ അതാണോ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത പറയണോ പഠിപ്പിക്കണോ എന്നതാണോ വിഷയം? അല്ല, നബിദിനമാണ് വിഷയം. എന്തേ മുഹറത്തിൽ ആരും നബിദിനം കഴിക്കാത്തത്? കണ്ടോ? മുഹറത്തിൽ നബിദിന ജാഥ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് പാരായണങ്ങൾ മദ്രസകളിൽ നബിദിനാഘോഷം മുഹറത്തിലുണ്ടോ, സഫറിലുണ്ടോ, റബീഉൽ ആഖിറിലുണ്ടോ, അതേപോലെ ജുമാദുൽ അവ്വലിലുണ്ടോ, ജുമാദുൽ അഖ്റയിലുണ്ടോ? ഏത് മാസത്തിലാണ് ഉള്ളത്? റബീഉൽ അവ്വലിൽ മാത്രം. എന്തേ റബീഉൽ അവ്വലാക്കാൻ കാരണം? റബീഉൽ അവ്വലിൽ അത് ആഘോഷിക്കുന്നതിന് പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആളുകൾ. അതാ തർക്കം ഒന്ന്. രണ്ടാമത്തേത്, ഇതിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട മൗലിദുകൾ, അപകടകരമായ ശിർക്ക് വരുന്ന മൗലിദുകളുണ്ട്, അതേപോലെ തന്നെ കള്ളക്കഥകളുള്ള മൗലിദുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുന്നത് അബദ്ധമാണ്. ആലോചിച്ചു നോക്കൂ, റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നറിയാവുന്ന സ്വഹാബത്ത് ആ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ആ ജന്മദിനം ആഘോഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പിന്നെങ്ങനെയാ നമ്മൾ ആഘോഷിക്കുക? അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണെങ്കിൽ, നമ്മെ നന്മയിലേക്ക് എത്തിക്കുന്ന കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കൂലേ? അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെ പോരെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായി. അതിലൊന്നാ നബിദിനം, അതിലോതുന്ന മൗലിദുകൾ. ഞാൻ നേരത്തെ കേൾപ്പിച്ചില്ലേ, പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനകളാണ് അതിൽ. മറ്റ് മൗലിദുകൾ മറ്റ് മഹാന്മാരോടുള്ള പ്രാർത്ഥനകളാണ്. പാടില്ല സഹോദരന്മാരെ ഇത് ചെയ്യാൻ എന്നേ മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നുള്ളൂ. എന്തിന്? പരലോകത്ത് രക്ഷപ്പെടാൻ. അതേപോലെ നോക്കൂ, നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടിരിക്കുന്നു. ആ മക്ബറകളിലേക്ക് ആവശ്യ പൂർത്തീകരണത്തിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ഖബർ സിയാറത്തിന് മുജാഹിദികൾ എതിരല്ല. അങ്ങനെയാ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. മുജാഹിദികൾ ഖബർ സിയാറത്തിന് എതിരാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഒരു സുന്നി ചെറുപ്പക്കാരൻ ഈ പ്രസംഗം ഒരു മൂലയിലിരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. നാളെ രാവിലെ ആളുകൾ അവന്റെ വാപ്പാന്റെ അടുത്തെത്തും. ആ നിങ്ങളെ മോനെ ഇന്നലെ അവിടുന്ന് ഇങ്ങനെ വായും പൊളിച്ച് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ മുജാഹിദികളുടെ. ശ്രദ്ധിച്ചോ, മരിച്ചാല് ഖബറും പുറത്ത് വന്ന് പ്രാർത്ഥിക്കാൻ മോൻ ഉണ്ടാവൂല, മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂല മകൻ, നിങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യൂല മകൻ, അതുകൊണ്ട് ആലോചിച്ചോ എന്ന് പറഞ്ഞ് ആ പിതാവിനെ ഭീഷണിപ്പെടുത്തും. മുജാഹിദികൾ ഖബർ സിയാറത്തിനെതിരല്ല. എന്തുകൊണ്ട് എതിരല്ല? ഖബർ സിയാറത്ത് നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹാ, ഇനി നിങ്ങൾ അത് സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, കാരണം അത് പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കും. ഖബർ സിയാറത്ത് നടത്തണം എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണത് നടത്തുന്നത് എന്നുകൂടി മനുഷ്യന് പഠിപ്പിച്ചു. എന്തിനാ നടത്തുന്നത്? പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കാൻ, മരണത്തെ കുറിച്ച് ഓർമ്മിക്കാൻ. ഇവിടെ ഖബർ സിയാറത്തിന് പോകുന്ന ആളുകളില്ലേ, എവിടത്തേക്കാ പോകുന്നത്? അത് ഞാന് പിന്നെ കൂറ്റനാട് നേർച്ചക്ക് പോവാണ്, അല്ലെങ്കിൽ ഭീമാപ്പള്ളി നേർച്ചക്ക് പോവാണ്, പുത്തമ്പള്ളി പെരുമ്പടപ്പിലേക്ക് പോവാണ്. ഇതിന് സിയാറത്തിന് പോവുക. എന്തിനാ സിയാറത്തിന് പോകുന്നത്? അത് പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി പോവാണ്. പെരുമ്പടപ്പിലേക്ക് മരണത്തെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി പോവാണ് എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. പിന്നെ എന്താ നിങ്ങളിപ്പോ പോകാൻ കാരണം? ഫെബ്രുവരി ആയില്ലേ, മാർച്ചിൽ മോന് 10ാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. ഒന്ന് പുത്തമ്പള്ളിയും അതേപോലെ ആ പെരുമ്പടപ്പും പുത്തമ്പള്ളി അല്ലെങ്കിൽ ഭീമാപ്പള്ളിയൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് എന്നല്ലാതെ, അല്ലെങ്കിൽ മകൾക്ക് സുഖമില്ല, നിങ്ങൾക്ക് അറിയാലോ, കുറെ കാലമായി ഡോക്ടർമാർക്കൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ട്, ഇനി പെരുമ്പടപ്പിലൊന്ന് പോകാം അല്ലെങ്കിൽ ഉള്ളാളൊന്ന് പോകാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് എന്നല്ലാതെ പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കാനാണ് ഞാൻ ഉള്ളാള് പോയത്, മരണത്തെ കുറിച്ച് ഓർമ്മിക്കാനാണ് ഞാൻ പുത്തമ്പള്ളി പോയത്, ഭീമാപള്ളി പോയത് എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. പിന്നെ എന്തിനായി പോണത്? ആഗ്രഹപൂർത്തീകരണത്തിനാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആളുകൾ ഈ മക്ബറകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഏർപ്പാട് പഠിപ്പിച്ചില്ല. അങ്ങനെ അതിനു വേണ്ടി ഖബറുകൾ കെട്ടിയുയർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ല. ബദരീങ്ങൾ രക്തസാക്ഷിയായവരുണ്ടല്ലോ, ആ രക്തസാക്ഷികളായ ബദരീങ്ങളുടെ ഖബറുകൾ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പൊക്കിയില്ല.
ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ തന്നെ വഫാത്തായി. ആ ഖബറും സഹാബികൾ കെട്ടിപ്പൊക്കിയില്ല. അവിടെ നേർച്ചയില്ല, അവിടെ ഉറൂസില്ല, അവിടെ ആണ്ടില്ല, അവിടെ തുണിമൂടലില്ല, അവിടെ കൊടികുത്ത് നേർച്ചയില്ല, അവിടെ പ്രസാദം വിതരണമില്ല. ഇതൊന്നും അവിടെ നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത്. ഇത് ഈ സമൂഹത്തോട് പറയുന്നത് ഒരു വലിയ പാപമാണോ? ചില ആളുകൾ മുജാഹിദികളോട് ചോദിക്കാറുണ്ട്, എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറയണത്? എന്തിനാണ് നിങ്ങൾ ഈ സമൂഹത്തോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനിതൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിൽ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നു? എന്തിന് നിങ്ങൾ ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു? അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നതാണ്. ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഒരു സംഘടനയും അതിന്റെ ആദർശവും എത്തിപ്പെട്ട ഗതികേടിനെ കുറിച്ച് വിശദീകരിക്കാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി എന്തിനു വേണ്ടി? ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഭരണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് പിടിച്ചെടുത്ത് അള്ളാഹിനെ തന്നെ തിരിച്ചേൽപ്പിക്കണം. അള്ളാഹ് ഇങ്ങനെ ഭരണം പോയിട്ട് എന്താ ഇനി ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അത് പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കലാണ് നമ്മളെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്ന കുറെ മനുഷ്യന്മാർ. അവര് പറഞ്ഞു മുജാഹിദികളോട് നിങ്ങളെ തൗഹീദും ശരിയല്ല. കാരണം എന്താ? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും വിമർശകരും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതി, ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വരുന്ന അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്നാണ് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾ കാണുന്ന സിദ്ധാന്തം. ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ. തൗഹീദിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം? അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ അങ്ങനെയാ വാദിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി സഹകരിക്കാൻ പാടില്ല. കാരണം എന്താ? അതൊക്കെ തൗഹീദിനെതിരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് മാത്രമേ അധികാരം പാടുള്ളൂ എന്ന് പറഞ്ഞു നടന്നു കുറെ കാലം. പിന്നെ തോന്നി ഇതിങ്ങനെ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കരുത്, അല്ലെങ്കിൽ വോട്ടെടുപ്പ് പങ്കെടുക്കരുത് എന്നൊന്നും പറഞ്ഞ സംഗതി നടക്കൂല. പിന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുക്കേണ്ടി വരും, അല്ലേ? ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവിന്റെ ദാസന്മാർ അവനല്ലാത്തവരാൽ ഭരിക്കപ്പെടരുത്. മനുഷ്യാധിപത്യം അവസാനിപ്പിച്ച് ഭരണവ്യവസ്ഥ അള്ളാഹു നൽകിയ നീതിനിഷ്ഠമായ നിയമങ്ങളിൽ സ്ഥാപിതമാകണം. ഇംഗ്ലീഷുകാരന്റെയോ കാനേഷുമാരി, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ് തുടങ്ങി മറ്റാരുടെയെങ്കിലുമോ ഭരണത്തെക്കാളും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. ഇത് അംഗീകരിക്കുന്നവർ ഞങ്ങളുടെ മിത്രമായിരിക്കും, അംഗീകരിക്കാത്തവനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. അതിൽ അവന്റെയോ ഞങ്ങളുടെയോ ശക്തി ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നായിരുന്നു മൗദൂദി എഴുതിയത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ വിശ്വസിച്ചതും അതായിരുന്നു. ഇവിടെ എന്ത് വേണം? ഈ ഭരണം ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല, തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് പങ്കെടുത്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? നമ്മളിങ്ങനെ കണ്ടോർക്ക് വോട്ട് ചെയ്താൽ ശരിയാവൂല, മൂല്യം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. മൂല്യം നോക്കി വോട്ട് ചെയ്യണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധൈഷണിക തലങ്ങളിൽ, ബൗദ്ധിക തലങ്ങളിൽ ഞങ്ങൾ വളരെ മികച്ചു നിൽക്കുന്നവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാറുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ഞങ്ങളത്ര വിവരമില്ല. ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ സമഗ്രമായി നോക്കിക്കാണുന്നവർ. ഇന്ത്യ രാജ്യത്തൊരു നിയമം വന്നു, എന്ത്? വിപ്പ് കൊടുക്കുക എന്ന ഒരു നിയമം. അതായത് ഒരു പാർട്ടിയുടെ MLA ആയി MP ആയി ഒരാൾ മത്സരിച്ചു. നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് വരുമ്പോ പാർട്ടി വിപ്പ് നൽകിയാൽ, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് വിപ്പ് നൽകിയാൽ ആ കോൺഗ്രസിന്റെ MP മാരെല്ലാവരും കോൺഗ്രസ് പറയുന്നതിന് വോട്ട് ചെയ്യണം. അതുവരെ ഒരു MP ക്ക് വേണമെങ്കിൽ എതിർത്ത് വോട്ട് ചെയ്യാമായിരുന്നു.
അത് പാടില്ല. വിപ്പ് നൽകി, വിപ്പ് നിയമമുണ്ടായി, അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനെതിരായി വോട്ട് ചെയ്താലോ അയാളുടെ അംഗത്വം നഷ്ടപ്പെടും എന്ന ഒരു നിയമം പാർലമെന്റ് പാസാക്കിയപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് പറഞ്ഞത്, ഇനി നമ്മൾ ആളുകളെ മൂല്യം നോക്കി വോട്ട് ചെയ്യണം. ആളുകൾക്ക് മൂല്യമുള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം അവിടെ പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ മൂല്യം നിർണ്ണയിക്കലോ അതും രസാവഹമായിരുന്നു. നായനാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഞാൻ അരീക്കോട് പഠിക്കുകയാണ്. അവിടെ അന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുജാഹിദ് നേതാവും പണ്ഡിതനുമായിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ അറിയപ്പെടുന്ന ധിഷണാശാലിയായിരുന്ന NV ഇബ്രാഹിം സാഹിബ് UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെതിരായി LDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP മുഹമ്മദ്. ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അഡ്വക്കേറ്റ് KP മുഹമ്മദ് എന്ന LDFന്റെ സ്ഥാനാർത്ഥിക്കാണ്. വിരോധമില്ല, അദ്ദേഹത്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാനദണ്ഡം അനുസരിച്ച് മൂല്യം കാണുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എതിർപ്പുമില്ല. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് വൻ മുന്നേറ്റമുണ്ടായി. നായനാർ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഇസ്ഹാഖ് ഗുരിക്കൾ UDF സ്ഥാനാർത്ഥി, ഈ അഡ്വക്കേറ്റ് KP മുഹമ്മദ് LDF സ്ഥാനാർത്ഥി. ജമാഅത്തെ ഇസ്ലാമി ഇസ്ഹാഖ് ഗുരിക്കൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ പ്രചരണ യോഗത്തിൽ അരീക്കോട് വെച്ച് അഡ്വക്കേറ്റ് KP മുഹമ്മദ് ചോദിച്ചു, അല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളുടെ ഈ മൂല്യം അളക്കുന്നതിനുള്ള മാനദണ്ഡം ഒന്ന് പറഞ്ഞു തരൂ. ഇബ്രാഹിം സാഹിബ് ഞാനും മത്സരിച്ചപ്പോ മൂല്യം എനിക്ക്, ഇബ്രാഹിം സാഹിബിന് മൂല്യമില്ല. ഇബ്രാഹിം സാഹിബ് 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. എന്നാൽ ഞാനങ്ങനെ നിസ്കരിക്കാറില്ല എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കാർക്കെങ്കിലും തർക്കം ഉണ്ടായാലും എനിക്കതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ നിസ്കരിക്കാറില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. ഇസ്ലാമിന്റെ മര്യാദകൾ എന്നെക്കാൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നത് NV ഇബ്രാഹിം സാഹിബാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ കാര്യത്തിന് എതിരായ ഒരുപാട് സംഗതികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്കൊരു തർക്കമില്ല. എന്നിട്ടും നിങ്ങൾ മൂല്യം കണ്ടത് എനിക്ക്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും എനിക്ക് തന്നെ മൂല്യം. കാരണം ഇസ്ഹാഖ് ഗുരിക്കൾ പോലും പറയില്ല NV ഇബ്രാഹിം സാഹിബിനേക്കാൾ കൃത്യമായി ഇസ്ലാം എന്റെ അടുത്താണുള്ളത്. ഇസ്ഹാഖ് ഗുരിക്കളോട് ചോദിച്ചാൽ ഇസ്ഹാഖ് ഗുരിക്കളും പറയും എന്നേക്കാൾ കൃത്യം ഇബ്രാഹിം സാഹിബാണ്. അപ്പൊ പിന്നെ എന്തായാലും ഇബ്രാഹിം സാഹിബ് ഞാൻ മത്സരിച്ചിട്ട് എനിക്ക് മൂല്യം ഉണ്ടെങ്കിൽ പിന്നെ ഇസ്ഹാഖ് ഗുരിക്കളായ എനിക്ക് തന്നെയല്ലേ മൂല്യം ഉണ്ടാകുക എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ മൂല്യം ഇസ്ഹാഖ് ഗുരിക്കൾക്ക്. എന്താ നിങ്ങളെ മൂല്യത്തിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചു. കഴിഞ്ഞു, അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി അങ്ങനല്ല, പാർട്ടികൾക്ക് കൊടുക്കുക വോട്ട്. കുറെ കോൺഗ്രസിന്, കുറെ ലീഗിന്, കുറെ CPM-ന് അങ്ങനെ കൊടുക്കുക. അതും ക്ലച്ച് പിടിച്ചില്ല. പിന്നെ പറഞ്ഞാ പിന്നെ മുന്നണികൾക്ക് കൊടുക്കാം, കുറച്ച് LDFന്, കുറച്ച് UDFന്. അവസാനം ഇപ്പൊ ഇവിടെ എത്തി, അതൊക്കെ പരാജയപ്പെട്ട് ഇപ്പൊ എത്തിയത് ഇനി എന്നാ സ്വന്തം മത്സരിച്ച് നോക്കാന്നുള്ളത്. മാറ്റത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തി. ചില ജമാഅത്തുകാർക്ക് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല. മാറ്റത്തിന് ഒരു വോട്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആളുകൾ വിചാരിച്ചു മാറ്റത്തിന് ഒരു വോട്ടാണെങ്കിൽ അതെന്തായാലും സ്ഥാനാർത്ഥി ചെയ്യല്ലോ, അപ്പൊ നമ്മളെ മൂപ്പർക്ക് വോട്ട് ചെയ്യണ്ടയില്ല, നമ്മക്ക് വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാന്നാണ് ജമാഅത്തുകാർ പറഞ്ഞത് എന്ന് വിചാരിച്ച അനുയായികൾ വേറെ ആളുകൾക്ക് വോട്ട് ചെയ്തു. വോട്ട് എണ്ണിയപ്പോ ചില സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട്. കാരണം മാറ്റത്തിന് ഒരു വോട്ടല്ലേ ചെയ്യണ്ടുള്ളൂ, അത് സ്ഥാനാർത്ഥി തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ വേറെ ആളുകൾക്ക് വോട്ട് ചെയ്ത. ജമാഅത്തെ ഇസ്ലാമി ഇക്കാലം വരെ കേരളത്തിൽ ഊതി വീർപ്പിച്ച ജനപിന്തുണയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ, അതേപോലെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിക മര്യാദകൾ പോലും ലംഘിച്ച് അവരുണ്ടാക്കിയെടുത്തു എന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ ഇമേജിന്റെ ബലൂൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പൊട്ടിച്ചിതറി. 1000 ചില്ലാനം സീറ്റുകളിൽ മത്സരിച്ചിട്ട് കിട്ടിയത് 10-ൽ താഴെ സീറ്റ്. അതിൽ തന്നെ ഒരു വോട്ട് കിട്ടിയതുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്താ ഈ ആളുകൾക്ക് പറ്റിയത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ അതാ
സജീവമായി രംഗത്ത് വന്നു. എന്താ? മുസ്ലിം ലീഗിനെ ജയിപ്പിച്ചത് മതസംഘടനകൾ. UDF വോട്ട് കൊടുത്ത ആരാണ്? മതസംഘടനകളാണ്. കാരണം ഞങ്ങൾക്കെതിരെ സജീവമായി മുജാഹിദുകളെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ തോറ്റുപോയത്. ജമാഅത്തേരെന്താ വിചാരിച്ച നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ദീനിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇവിടെയുള്ള മതസംഘടനകൾ ഉണ്ടാതിക്കുന്ന? അത് മുജാഹിദുകൾ ചെയ്യുമല്ലോ. അത് ചെയ്താലും ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് പങ്കെടുത്തത്? മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സജീവമായപ്പോ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രബോധനത്തിന്റെ ഒരു സപ്ലിമെന്റ് തന്നെ ഇങ്ങനെയായിരുന്നു. പ്രബോധനം ജനപക്ഷ വികസനത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യൊപ്പ്. എന്താ ഈ പ്രബോധനത്തിലുള്ളത്? ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്ത് ചെയ്യുമെന്നല്ല, മറിച്ച് ഇക്കാലം വരെ ഈ 60 വർഷക്കാലത്തിനിടയിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ സേവന പ്രവർത്തനങ്ങൾ, മരം വെച്ചത്, കിണർ കുഴിച്ചത്, വീടുണ്ടാക്കി കൊടുത്തത്, കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയത്, രോഗികളെ ചികിത്സിച്ചത്, അതേപോലെ തന്നെ ആശുപത്രികൾ ഉണ്ടാക്കിയത്, രക്തദാനം നടത്തിയത്, ബ്ലഡ് ഡൊണേഴ്സ് ഫോറം രൂപീകരിച്ചത് എന്നിങ്ങനെ തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി നടത്തിയ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ പണിയായത് ആണോ? ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എഴുതിയ ലേഖനങ്ങളിലൊക്കെ പറഞ്ഞതാ, എന്ത്? ഞങ്ങൾ മുന്നിലിറക്കുന്നത് ഇത്തരം സ്ഥാനാർത്ഥികളെയാണ്, ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ രംഗത്തിറക്കിയത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി അവരാരും രാഷ്ട്രീയത്തിന് പറ്റിയ ആളുകളല്ല, അവരാരും രാഷ്ട്രീയമായി ഞങ്ങളെ നയിക്കാൻ പറ്റിയ ആളുകളല്ല. എവിടെ പോയി നേരത്തെ പറഞ്ഞ തൗഹീദിന് വിരുദ്ധമായ കാര്യം? എന്തുകൊണ്ട് തൗഹീദിന് വിരുദ്ധമായത് ഇപ്പൊ ചെയ്യേണ്ടി വരുന്നു? അതിനുള്ള മറുപടി എന്താണെന്നറിയോ? അത് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു. തൗഹീദിനെതിരായതോ? മുജാഹിദുകൾ ശിഹാബങ്ങൾക്ക് മയ്യത്ത് നിസ്കരിച്ചില്ലേ, അതുപോലെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പങ്കെടുത്തത്. അത് രണ്ടും എങ്ങനെ ഒരുപോലെ ആകുന്നത്? ഇത് തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യം എന്ന നിലയിലായിരുന്നില്ലേ ഇക്കാലം വരെ പരിചയപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്തത്? മാറി. മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ സമൂഹത്തോട് പറഞ്ഞു, ഇവിടത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യമാണ് ഈ ലോകത്തെ ഏറ്റവും ഉത്തമവും ഉന്നതവുമായ ഭരണ സംവിധാനം എന്ന അഭിപ്രായം മുജാഹിദുകൾക്കില്ല. മറിച്ച് ഇന്ത്യ എന്ന ബഹുസ്വര സമൂഹം, ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരുണ്ട്, സിഖുകാരുണ്ട്, വിവിധ മതവിശ്വാസികൾ, വിവിധ പ്രസ്ഥാനങ്ങൾ, മതമില്ലാത്തവർ ഒക്കെയുള്ള ഈ രാജ്യത്തിന്റെ ഇന്നത്തെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളത് ഈ ജനാധിപത്യ സംവിധാനമാണ്. അള്ളാന്റെ ഭരണം ഭൂമിയിൽ എവിടെയും വേണ്ട, ലോകത്തെവിടെയും വേണ്ട എന്നൊന്നും മുജാഹിദുകൾ പറയാറില്ല. പക്ഷേ ഇതേപോലെയുള്ള ഒരു രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനത്തിൽ പ്രക്രിയയിൽ പങ്കാളികളാകണമെങ്കിൽ ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടായാലേ മതിയാവൂ എന്ന് പറയുന്നതിനോട് മുജാഹിദുകൾക്ക് യോജിപ്പില്ല. മറിച്ച് ഈ ജനാധിപത്യ പ്രക്രിയയുമായി സഹകരിക്കണം. ഇല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളാണ് ഇതിൽ രംഗത്ത് വരിക. അതുകൊണ്ടാണ് മുജാഹിദുകൾ രംഗത്ത് വന്നുകൊണ്ട് ഈ സമൂഹത്തോട് പറഞ്ഞത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണം. ജമാഅത്തേര് പറഞ്ഞു ശരിയല്ല, ശിർക്കാണ്, കുഫ്റാണ്, തൗഹീദിനെതിരാണ്. മാറിയ ആളുകൾ. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്നു, നമ്മൾ സുന്നത്ത് അംഗീകരിക്കണം, പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ചെയ്യണം. ജമാഅത്തെ ഇസ്ലാമി ചോദിക്കും, നിങ്ങൾ എന്തിനാ വെറുതെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനു ഭിന്നിപ്പുണ്ടാക്കുന്നു? കോളയുടെ പേരിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാം, കണ്ടൽക്കാടിന്റെ പേരിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാം, റോഡ് വീതി കൂട്ടുന്നതിന്റെ പേരിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാം. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ദീൻ തിരുവനന്തപുരത്തൊന്നും കോഴിക്കോട് മറ്റൊന്നുമാകുമോ? കോഴിക്കോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന പള്ളി, ആ പള്ളിയിൽ തറാവീഹ് 11 റക്അത്ത്, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയില്ല, സുബഹി നമസ്കാരത്തിൽ ഖുനൂത്തില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി, സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തുണ്ട്, തറാവീഹ് 23 റക്അത്ത്, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന. ഞാൻ ചോദിച്ചു അവിടുത്തെ ഇമാമിനോട്, എന്താ നിങ്ങൾ ഇവിടെ ഇത് ചെയ്യുന്നത്? ഞങ്ങളെ നാട്ടിലില്ലല്ലോ.
അപ്പൊ അയാളെ മറുപടി, ഇവിടെ വരുന്ന ഭൂരിപക്ഷ ആളുകളും അങ്ങനെ പറയുന്ന ആളുകളാണ്. ഭൂരിപക്ഷം നോക്കിയിട്ടാ കുനൂത്തും തറാവീഹൊക്കെ തീരുമാനിക്കേണ്ടത്? ഭൂരിപക്ഷം നോക്കിയാണോ ദീനിന്റെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? നാം ആലോചിച്ചു നോക്കണം. ഇങ്ങനെ ഈ സമൂഹത്തെ ഇസ്ലാമിന്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സജീവമായി രംഗത്ത് വന്നപ്പോ വേറെ ചില ആളുകൾക്ക് തോന്നി ഇത് ശരിയല്ല. ഇങ്ങനെ നമ്മൾ തൗഹീദ് പറഞ്ഞാൽ ആളുകളെ നമ്മൾ എതിർക്കും, ജനങ്ങളോട് നേർക്കുനേരെ തൗഹീദ് പറഞ്ഞാൽ കുഴപ്പമുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെ നമ്മൾ തൗഹീദ് പറയണ്ട, നമ്മൾ ഇങ്ങനെ തൽക്കാലം ആളുകളോട് പറയാ, വരി നമ്മളൊക്കെ മരുന്നിടുക എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മൾ റോഡ് ഉണ്ടാക്കുക എന്ന് പറയാ. അങ്ങനെ മെല്ലെ മെല്ലെ ആളുകളെ അടുപ്പിച്ചിട്ട് അവസാനം പറയാ എന്ത്? ജാറത്ത് പോകാൻ പാടില്ല, മൊയ്തീൻ രക്ഷിക്കണമെന്ന് പറയാൻ പാടില്ല, ബദരീങ്ങളെ കാക്കണമെന്ന് പറയാൻ പാടില്ല എന്ന് പറയണം എന്ന് പറഞ്ഞു പോയ ആളുകള് ഇപ്പൊ റോഡും ഇല്ല, മരവും ഇല്ല, തൗഹീദും ഇല്ല, ഒക്കെ പോയി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രബോധന രംഗത്ത് എവിടെയാണ് ആ ആളുകൾക്ക് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിലുള്ള സ്ഥാനം എന്ന് ചോദിച്ചാൽ പറയാൻ പോലും കഴിയാത്തത്ര ദുഃഖകരമായ അവസ്ഥ. മലയാള മനോരമയെയും മാതൃഭൂമിയെയും ഒക്കെ വെല്ലുന്ന രൂപത്തിൽ കേരളീയ സമൂഹത്തിലെ പത്രപ്രവർത്തന ചരിത്രത്ത് ഒരു പുതിയ താരോദയമായി രംഗത്ത് വരും എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പത്രത്തിന്റെ വർത്തമാനം തന്നെ ഇപ്പൊ പറയുന്നില്ല ആരും. പക്ഷേ പത്രപ്രവർത്തന രംഗത്ത് അതൊരു ചരിത്രമായി. തൊഴിലാളികളുടെ പേരിൽ അവരുടെ വീട് ലോണാക്കി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തതിന്റെ പേരിൽ തൊഴിലാളികൾക്ക് ജപ്തി നോട്ടീസ് വരികയും ആ തൊഴിലാളികൾ കേരളത്തിലെ ഏതെങ്കിലും പത്രം ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർത്തമാനം പത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു പത്രത്തിന്റെ ഓഫീസിലും നടത്തിയിട്ടില്ല. തൊഴിൽ വേണം അല്ലെങ്കിൽ കൂലി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മാർച്ച് നടത്തിയിട്ടുണ്ടാകാം. ഞങ്ങളെ വീട് ജപ്തി ചെയ്യുന്ന നോട്ടീസ് വന്നിരിക്കുന്നു ബാങ്കിൽ നിന്ന്, അതൊന്ന് എടുത്തു തരണം, ഈ ജപ്തി നോട്ടീസ് ഒന്ന് പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വർത്തമാനം ഓഫീസിലേക്കാണ്. സഹോദരന്മാരെ, നാം കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. കാരണം ഇത് ദുനിയാവിന്റെ വിഷയമല്ല, ഇത് ദുനിയാവിന്റെ വിഷയമല്ല, മറിച്ച് പരലോകത്തിന്റെ വിഷയമാണ്. ഇവിടെ ഭൗതികമായ ഒരുപാട് സുഖ സൗകര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ അവന്റെ ദീൻ അംഗീകരിച്ച് ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് മറ്റൊരു കാര്യത്തിനും അള്ളാഹുവിന്റെ അരികിൽ യാതൊരു സ്ഥാനവുമില്ല. അള്ളാഹു പഠിപ്പിച്ച ദീൻ, അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ദീൻ അതംഗീകരിച്ചുകൊണ്ട് ആര് ജീവിച്ചോ അവരാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. അവരല്ലാത്തവർ പരാജയത്തിലായിരിക്കും എത്തിപ്പെടുക എന്ന് മനസ്സിലാക്കി ഈ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ നാം എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.